വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തിന് നീതി ലഭിക്കില്ലെന്ന് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ല. സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരണമെന്നും അവിടെ മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടുമെന്നും കിരൺ റിജിജു പറഞ്ഞു. Munambam issue, which I had gone through briefly, the multiple change of the ownership in the past. But one important issue which I want to highlight is, because of the provisions containing there in the old act, the High Court had given a ruling. So now as a minister, I will not say that the High Court order is redundant. I have to honor the judicial pronouncement. But it is challengeable in the Supreme Court. And I would strongly urge that because of the provisions in the old act, it was disadvantageous to the Munambam people, the fishermen. Now with the existing new act, new provisions, with the supporting provisions which we have made, now it is easily challengeable in the Supreme Court. Because it is sub judice, that is why I am not making direct comment of giving a particular status, because it is in a way sub judice, because there are cases filed in the courts. അമൽനാഥ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അമൽനാഥ്, വഖഫ് ഭേദഗതി നിയമം വരുന്നതോടുകൂടി മുനമ്പത്തെ എല്ലാവരുടെയും വിഷയങ്ങൾ പരിഹരിക്കും. BJP നേതാക്കന്മാരടക്കം അവിടെ വന്ന് സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിപ്പോയതാണ്. ഇപ്പോൾ യാഥാർത്ഥ്യം വെളിയിൽ വന്നിരിക്കുന്നു. ഇനി ഈ നിയമം കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നല്ലേ? ഷമേ, തീർച്ചയായും ഈ മുനമ്പം വിഷയം BJP നേതാക്കൾ രാഷ്ട്രീയപരമായി മാറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു പ്രതികരണം ഉണ്ടായത്. ഇത് ഇത്രയും നാൾ ഈ BJP നേതാക്കൾ, പ്രത്യേകിച്ച് കേരളത്തിലെ BJP നേതാക്കൾ നടത്തിയിരുന്ന അവരുടെ വാദങ്ങൾക്കേറ്റ ഒരു തിരിച്ചടിയാണ് എന്നുകൂടി പറയുവാൻ വേണ്ടി സാധിക്കും. ഇന്ന് മുനമ്പം നിവാസികളെ കേന്ദ്രമന്ത്രി കാണുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു മുന്നേയായി ഇന്ന് രാവിലെയോടുകൂടി ബിഷപ്പുമാരെ കണ്ട് സംസാരിച്ചു. അതിനുശേഷമായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തിന് നീതി ലഭിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ല, സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരണം എന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടായത്. അതേസമയം തന്നെ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വഖഫ് ഭേദഗതി ബില്ല് ഇത് കൊണ്ടുവന്നത് മുനമ്പൻ നിവാസികൾക്ക് ഗുണം ചെയ്യും, അവരുടെ സമരത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന രീതിയിൽ സംഘപരിവാറും BJPയും പലതരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ വാദങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രതികരണം തന്നെയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മുനമ്പത്തെ ജനങ്ങൾ നിയമപോരാട്ടം തുടരേണ്ടിയിരിക്കുന്നു, ഇനിയും തുടരണം എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരുന്ന വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണം. വഖഫ് ട്രിബ്യൂണലിൻ്റെ അധികാരങ്ങളിലും ഘടനയിലും നിയമ ഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിക്കാനാവും. മുനമ്പത്തെ പ്രശ്നങ്ങൾ കോടതി വഴി മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നുമായിരുന്നു കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു കൂട്ടം ജനങ്ങൾ, അതായത് മുനമ്പൻ നിവാസികൾ നടത്തിയിരുന്ന ഒരു സമരം, ആ സമരത്തെ ഒരു ഘട്ടത്തിൽ BJPയും ഒപ്പം തന്നെ സംഘപരിവാറും രാഷ്ട്രീയമായി മുതലെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവർ പ്രധാനമായും വാദിച്ചിരുന്നു ഇത്തരത്തിൽ വഖഫ് ഭേദഗതി ബില്ല് വരുന്നതോടുകൂടി അത് ഈ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും, അത്തരത്തിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ കൂടെ നിന്നുള്ള പ്രവർത്തനം നടത്തും, അത്തരത്തിലൊക്കെയായിരുന്നു BJP ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി തന്നെ, അതായത് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി തന്നെയാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ വഖഫ് ഭേദഗതിയിലൂടെ മാത്രം ഈ മുനമ്പം വിഷയത്തെ പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്ന പ്രതികരണമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. അതോടുകൂടി ഈ മുനമ്പം നിവാസികൾക്ക് വലിയ രീതിയിലുള്ള അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു കാര്യം കൂടി എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ മുനമ്പം നിവാസികളുടെ പ്രതികരണങ്ങളൊക്കെ തേടിയപ്പോൾ അവർ ഞെട്ടലുണ്ടാക്കിയെന്നാണ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ മുനമ്പൻ നിവാസികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ
പി ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊള്ളയായ വാദങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രിക്ക് ഇവിടെ സത്യം തുറന്നു പറയേണ്ടിയിരിക്കുന്നു എന്നതും കൂടിയും സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് ഭേദഗതിയിലൂടെ മാത്രം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന സത്യം കേന്ദ്രമന്ത്രിക്ക് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഷമി, അമൽ, ഈ കാസ അടക്കമുള്ള സംഘടനകളും ഇക്കാര്യത്തിൽ വലിയ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. കേന്ദ്ര സർക്കാർ അവരെ വലിയ തോതിൽ സഹായിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയൊക്കെ രക്ഷകരായി BJP മാറുന്നു തുടങ്ങിയ തരത്തിലുള്ള വലിയ പ്രചരണം നാട്ടിൽ നടന്നിരുന്നു. ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും ഈ മുനമ്പത്തടക്കമുള്ള ക്രൈസ്തവർ ഈ പറയുന്ന ആൾക്കാരുടെ വാഗ്ധോരണിയിൽ മയങ്ങുകയും അവർ BJP നേതാക്കൾക്ക് അടക്കം അവിടെ സ്വീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഈ പഴയ പോലെ BJPയോടുള്ള ഒരു ആഭിമുഖ്യം അവിടെ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? കേന്ദ്രമന്ത്രി അവിടെ വന്ന് പറഞ്ഞ് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇടത് സംഘടനകൾ അടക്കമുള്ളവർ, CPIM അടക്കമുള്ള സംഘടനകൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുൻകാല പ്രാബല്യമില്ലാത്ത നിയമമാണ്, അത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരു നിയമത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വലിയ തോതിൽ LDFനെ അല്ലെങ്കിൽ UDFനെ പോലും വിമർശിക്കാനും എടുത്ത നിലപാടിനെ, പാർലമെൻറ്റിൽ വോട്ടിംഗ് സമയത്ത് എടുത്ത നിലപാടിനെയൊക്കെ വലിയ തോതിൽ വിമർശിക്കാനും ആക്ഷേപിക്കാനും കാസ അടക്കമുള്ള സംഘടനകളും അവിടുത്തെ തന്നെ ചില വിഭാഗങ്ങളും രംഗത്ത് വന്നിരുന്നല്ലോ അമൽ. ഷമേ, തീർച്ചയായും അതായത് ഈ സമരക്കാരുമായി പലപ്പോഴും LDFും UDFും ഒക്കെ അവരുടെ നേതാക്കളടക്കം ചർച്ച നടത്തിയപ്പോഴൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ തന്നെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും സത്യമല്ല എന്ന രീതിയിലായിരുന്നു കേരളത്തിലെ BJP അവരുടെ വാദങ്ങൾ നിരത്തിയിരുന്നത്. പലപ്പോഴും ഈ സമരക്കാരെ പോയി കാണുകയും അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നത് പോലെയുള്ള കാര്യങ്ങളായിരുന്നു കേരളത്തിലെ BJP നേതാക്കൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിഷയം, ഈ മുനമ്പൻ നിവാസികളുടെ ഈ ഒരു വിഷയത്തെ കേരളത്തിലെ BJP വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി മുതലെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു വഖഫ് ഭേദഗതി നിയമം വരുന്നതോടുകൂടി ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് മുക്തി ഉണ്ടാവും എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ കേരളത്തിലെ BJPയുടെ നേതാക്കൾ, ഒപ്പം തന്നെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള വൃത്തങ്ങളൊക്കെ തന്നെയും ഈ ജനങ്ങളെ, മുനമ്പൻ നിവാസികളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എത്രയോ സന്ദർഭങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാകുന്ന ഇപ്പോൾ ജബൽപൂരിൽ നമ്മൾ കണ്ടതാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒറീസയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള, ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു 2-3 ആഴ്ച കാലത്തിനിടയ്ക്കുള്ള കാര്യങ്ങളാണ്. ഡൽഹിയിൽ കുരിശിൻ്റെ വഴിക്കുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. മലയാളിയായിട്ടുള്ള ഒരു കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ക്രൈസ്തവർക്കെതിരെ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ തോതിലുള്ള അക്രമം അല്ലെങ്കിൽ അട്രോസിറ്റീസ് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന്, തീവ്ര ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഒറീസയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുമ്പോഴാണ് കേരളത്തിലെ ഈ കാസ അടക്കമുള്ള ചില ആൾക്കാർ BJPക്ക് ഓശാന പാടുന്ന സമീപനം സ്വീകരിക്കുന്നത്. അമൽ, ഷമി, BJPയുടെ 2 നയങ്ങൾ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് കേരളത്തിന് പുറത്ത് ഇത്തരത്തിൽ ക്രൂരമായ വേട്ട നടത്തുമ്പോഴും ഈ കേരളത്തിനകത്ത് ഈ ക്രിസ്ത്യാനികളുടെ ആ ഒരു വിഭാഗക്കാരുടെ കൂടെയാണ് തങ്ങൾ എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ കൂടെ നിന്ന് ഇത്തരത്തിൽ കള്ളങ്ങൾ പറഞ്ഞ് അവരെ കൂടെ നിർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ കേന്ദ്രമന്ത്രി, അതായത് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി വന്ന് അദ്ദേഹം പ്രതികരണം നടത്തുമ്പോഴേക്കും ഇത്രയും നാൾ കേരളത്തിലെ BJP എന്താണോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയമാണ് ഇവിടെ BJP നടത്തിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിനാൽ തന്നെയാണ് എന്താണ് യാഥാർത്ഥ്യം എന്ന് പോലും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായി ഇന്ന് കേന്ദ്രമന്ത്രി വരികയും അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം
ചോദ്യത്തിന് കൃത്യമായ ആൻസറിലേക്ക് അല്ലെങ്കിൽ ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പക്ഷേ അതിൻ്റെ കൃത്യമായ രീതിയിൽ, അതായത് എന്താണ് ഇതിന് പിന്നിലുള്ള വസ്തുത എന്നതിന് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നു. ആ മറുപടി ഇത്തരത്തിൽ കേരളത്തിലെ BJPയുടെ വാദങ്ങളെ ഇല്ലാതാക്കുന്നതായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഈ വഖഫ് ഭേദഗതിയിലൂടെ മാത്രം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണില്ല എന്ന ആ ഒരു ഉള്ളടക്കം. അതായത് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ഇദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം ഇത് തന്നെയാണ്. വഖഫ് ഭേദഗതിയിലൂടെ മാത്രം ഈ വിഷയത്തിൽ ഒരു പരിഹാരം ആകില്ല എന്ന രീതിയിലുള്ള പ്രതികരണം, അതാണ് അതിൻ്റെ ഉള്ളടക്കം. അത് വന്നതോടുകൂടി ഇത്രയും നാൾ ഈ കേരളത്തിലെ BJP എന്താണ് ഇവിടെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്, അതൊക്കെ ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു അത്. ഇവിടെ യഥാർത്ഥത്തിൽ BJPയുടെ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രതികരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഷമി, തീർച്ചയായും ഈ മുനമ്പത്ത് ഇപ്പോൾ നടക്കുന്ന സമരത്തെ ഇന്ന് കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു വരവ് ഏത് രീതിയിൽ ബാധിക്കും എന്നാണ് അമൽ വിലയിരുത്തുന്നത്? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കേന്ദ്രമന്ത്രി ഈ മുനമ്പം ജനങ്ങളെ കാണുവാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ സ്ഥലത്തെത്തി, അതായത് ഇവിടെയുള്ള ബിഷപ്പുമാരോട് അടക്കം ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മാധ്യമങ്ങൾ പ്രതികരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതോടുകൂടി മുനമ്പം ജനങ്ങളാകെ ഒരു ഞെട്ടലിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ മുന്നേ തന്നെ പറഞ്ഞു വെച്ച ഈ പൊള്ളയായ വാദങ്ങളൊക്കെ വിശ്വസിച്ചു നിൽക്കുന്നവരായിരുന്നു, അവർ വിശ്വസിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ ഒന്നുമല്ല സത്യമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വലിയ ഞെട്ടലാണ് എന്നാണ് നിലവിൽ മുനമ്പം നിവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. ഇന്ന് വൈകുന്നേരം അതായത് കേന്ദ്രമന്ത്രി മുനമ്പം ജനങ്ങളെ സന്ദർശിക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അവരുമായി ചർച്ച നടത്തുമെന്നടക്കം സൂചിപ്പിക്കുന്നു. എന്തു തന്നെയായാലും മുനമ്പം നിവാസികളെ സംബന്ധിച്ച് ഈ ഒരു പ്രതികരണം, ഇത്രയും നാൾ തങ്ങൾ വിശ്വസിച്ചിരുന്നത് സത്യമല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അവർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും അമലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.